നീ തന്നെ നമ്മളൊരു പല ടീച്ചർ കണ്ടിട്ടുണ്ട്, ഒത്തിരി ബ്രാൻഡുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യണം നീ കാണുന്ന ആദ്യമായിട്ടാണ് അല്ലേ? ഇപ്പോൾ ഇത് ബ്രാൻഡ് മോൺട്രോഡിയോ. ഇത് കണ്ടോ, നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ തന്നെ 2 ഡ്രൈവ് ഉണ്ട്, ഒരു ട്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി 2.5 എന്ന് നമുക്ക് വേണം പറയാം. ഇപ്പോൾ അതായത് ലോ മിഡ് ഹൈ ഒരു പരിധി വരെ നമുക്ക് ലോ കിട്ടുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ 2.5 എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അത്യാവശ്യം നല്ലൊരു ബാലൻസ്ഡ് സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അത്. ഒത്തിരി ഹൈ വേണമെന്നില്ല, ഒത്തിരി ലോ വേണമെന്നില്ല. ഒരു സൗണ്ടിന് ടൊണാലിറ്റി തന്നെ ഒരു വേറൊരു രീതിക്കാണ്. എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ഇവരുടെ സൗണ്ട് സിഗ്നേച്ചർ ഒരു ബാലൻസ് സൗണ്ടാണ്. ഒത്തിരി ഹാഷ് അല്ല, ഒത്തിരി മൈൽഡ് അല്ല, ഒരു വാം ടോൺ എന്ന് പറയാനും പറ്റില്ല, ഒരു ബാലൻസ്ഡ് ടോൺ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പക്കാ സ്ട്രോങ്സ് ആണ്. അപ്പോൾ ഫ്രണ്ടിലായാലും ഒരു മെഷ് കൊടുത്തിട്ടുണ്ട്, കാണാൻ അടിപൊളിയാണ്. എല്ലാ സ്പീക്കറിലും വരുന്ന പോലെ തന്നെ ഒരു കാർപ്പറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യാണ്ടിരിക്കാണ്ട് ഷാർപ്പായിട്ടുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബയ്യാൻ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റീരിയോ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് മ്യൂസിക്കിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റീരിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ബയ്യാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൊണ്ട് കംപ്രൈസ് നല്ലൊരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വരുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 താഴെ MRPയിൽ വരുന്ന ഒരു ഐറ്റം അത്. അവരുടെ എൻട്രി ലെവലിൽ വരുന്ന ഒരു നല്ലൊരു സ്പീക്കർ തന്നെ പറയാം. ഒരു ബഡ്ജറ്റ് ഓപ്ഷനാണ്, പക്ഷേ ബഡ്ജറ്റ് ഇൻ ദ സെൻസ് നല്ലൊരു മോഡൽ തന്നെയാണ്.